ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സ്വപ്നക്കൂട്. ഈ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി, ബട്ട് ഹിയർ ഇറ്റ് ഇസ്. അടിപൊളി ചിക്കൻ കറിയൊക്കെ വെച്ചിട്ട് നമ്മൾ വൈകുന്നേരം എവിടെ പോവാണെന്നുള്ളതല്ലേ. ശരിക്കും റംസാൻ മാസത്തിലെ വീഡിയോ ആണിത്. ഞങ്ങളൊരു ചെറിയ ഇഫ്താർ പാർട്ടിക്ക് വേണ്ടി പോവാണ്. റംസാൻ എത്തി, നന്മയുടെ നോമ്പ് ആരംഭിച്ചു. ഹൃദയങ്ങളിൽ കനിവിൻ്റെ വിളക്ക് തെളിഞ്ഞു. പകൽ വിശപ്പോടെ, രാത്രി ദൈവികതയുടെ നിറവോടെ, ഇത് ആത്മാവിൻ്റെ ശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും മഹോത്സവം. അലയിൽ വാദി പാർക്കിൽ വെച്ചായിരുന്നു ഇഫ്താർ പാർട്ടി. ആക്ച്വലി ആ സമയം ഭയങ്കര തണുപ്പാണ്, അപ്പോൾ നമുക്ക് വളരെ കംഫർട്ടബിൾ ക്ലൈമറ്റ് ആയതുകൊണ്ട് പാർക്കിലൊക്കെ നടക്കുന്നതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. മോള് ഡാൻസ് ക്ലാസ്സിലായിരുന്നു. ഡാൻസ് ക്ലാസ്സിൽ നിന്ന് എടുത്തിട്ടാണ് ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി വന്നത്. തക്കു ഡബിൾ ഹാപ്പി. ഒന്ന് ഇഫ്താർ പാർട്ടി, പിന്നെ പാർക്കിൽ കളിക്കാം. പാർക്കിൽ വന്നപ്പോഴത്തേക്ക് ഹസ്ബൻഡിന് എമർജൻസി ഡ്യൂട്ടി വന്നു. ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയി. പിന്നെ ഞാനും അമ്മയും തക്കും മാത്രമായിട്ട് പാർട്ടിക്ക് വേണ്ടി പോയി. പാർക്കിൻ്റെ സൈലൻസും അന്തരീക്ഷത്തിൻ്റെ നിമിഷങ്ങളും ഇലകളോടൊപ്പം ചുവട് വെച്ച നിഴലുകൾ പോലെ സുഖശാന്തിയേറിയ നിമിഷങ്ങളിൽ ഞാനും തക്കുവും കുറച്ച് ഫോട്ടോസ് എടുത്തു. വെറുതെ ഞങ്ങൾ 3 പേരും കൂടെ വർത്തമാനം പറഞ്ഞ് നിന്നപ്പോൾ പാർക്കിൻ്റെ ആ ഒരു നിശബ്ദതയിൽ ഒരു പക്ഷിയും അതിൻ്റെ കൂടും കണ്ടു ഞാൻ. ഇലകളുടെ ഇടയിൽ വളരെ ഭംഗിയായിട്ട് ആ കൂട്ടിനുള്ളിൽ പക്ഷി ഇരിക്കുകയാണ്. നമ്മൾ ആ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മായാതെ. അതിൻ്റെ കണ്ണും പടം വരച്ച പോലെ ഉണ്ടായിരുന്നു. ഇലകളുടെ ഇടയിൽ കവിള് ചായുന്ന സ്നേഹമാണത്. പ്രകൃതിയിൽ ജീവൻ വിറക്കുന്ന നിമിഷം. ആ സമയം കൊണ്ട് താഴെ വീണ് കിടന്ന പൂക്കളെല്ലാം പെറുക്കി തക്കു എൻ്റെ ബാഗിലെടുത്ത് വെച്ചിട്ട് പറഞ്ഞു, അമ്മ വീട്ടിൽ കൊണ്ടുവന്ന്. നമ്മൾ ശരിക്കും തക്കു പഠിക്കുന്ന സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നിൽക്കുന്നത്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അവനും പഠിക്കുന്ന സ്കൂൾ കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് അല്ലേ. തക്കു അലൈൻ ജൂനിയേഴ്സിലാണ് പഠിക്കുന്നത്. അലൈൻ ജൂനിയർ സ്കൂളാണത്. ഞാനത് കുറച്ച് സൂം ചെയ്തെടുത്തതാണ്. അവളോട് ഞാൻ പറഞ്ഞു, ഡാഡി നാളെ നീ സ്കൂളിൽ വരേണ്ടതാണതാ, നിൻ്റെ സ്കൂള് കണ്ടോ എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് സൺ സെറ്റിനുള്ള സമയമായി. ശരിക്കും നോമ്പ് തുറക്കാനുള്ള ടൈമായി വരുന്നു. ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ, അവരവരുടെ ശൈലിയിൽ, അവർക്ക് പറ്റാവുന്ന രീതിയിൽ ആഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഈ ഇഫ്താർ വിരുന്നിനെത്തിയത്. വെയിലിൻ്റെ ചൂടുണർന്ന് തിരികെ പ്രാർത്ഥന കൊണ്ട് നിറയുന്ന സന്ധ്യാസമയം. പകർത്തി നിറച്ച ജ്യൂസിൻ്റെ മധുരവും ഉന്നക്കായയുടെ പഞ്ചസാര പാകവും കണ്ണപ്പത്തിൻ്റെ തേനൂറുന്ന സ്വാദും. ഇത് വിരുന്നല്ല, ഒരു വ്രതാനുഷ്ഠാനം. ഹൃദയത്തിൽ പാടുന്ന വിശ്വാസഗാനം. ഒരേ തട്ടിൽ പല രുചികൾ ഒന്നിച്ചപ്പോൾ സ്നേഹത്തിൻ്റെ വിലക്കൊളിക്കും ഓരോ വീട്ടിലും. എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം കണ്ടോ, ഇതാണ് കണ്ണപ്പം. ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ്, ആദ്യമായിട്ട് കാണുവാണ്, ആദ്യമായിട്ട് കഴിക്കുവാണ്. കഴിച്ചപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. പുതിയ ബന്ധങ്ങൾ എനിക്ക് ജിമ്മിൽ നിന്നും സൗഹൃദ രൂപത്തിൽ കിട്ടിയപ്പോൾ ഞാൻ അവരുടെ ആരുടെ മുഖങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. കാരണം പരിചയം തുടങ്ങിയിട്ടേ ഉള്ളൂ. അവരുടെ അതിരുകളൊന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് അവരാരും ഈ വീഡിയോയിൽ കാണാത്തത്. പക്ഷെ അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ടും അവരെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു. നോമ്പ് തുറക്കാൻ നേരം ചെറിയ സ്നാക്സൊക്കെയാണ് കഴിച്ചത്. പിന്നെ എല്ലാവരോടും വർത്തമാനവും കഴിഞ്ഞ് കുറച്ച് നേരം പാർക്കിലൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് അത്താഴവും കഴിച്ച് പിരിഞ്ഞു. അപ്പോഴത്തേക്ക് ഹസ്ബൻഡ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. ഞങ്ങളെ റൂമിൽ കൊണ്ടുവിട്ടിട്ട് വേറെ ഡ്യൂട്ടിക്ക് പോയി. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റ ബൈ ബൈ. സീ യു.